ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണത്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കിവിടെ ഫെസ്റ്റാണ്, ഫെസ്റ്റിൻ്റെ തിരക്കിലാണ്. അപ്പം 1 മന്ത് നീണ്ടു നിൽക്കുന്ന അൽനസർ ഫെസ്റ്റ് നമ്മുടെ അവസാനിക്കാറായി. ഇന്നിപ്പം 6-ാം തീയതിയാണ്. 6, 7, 8 ലാസ്റ്റ് ഒരു ഫെസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് കുറച്ച് കലാപരിപാടികൾ, സ്പോർട്സ്, ആർട്സ്, അങ്ങനെ കോമ്പറ്റീഷനായിരുന്നു. അപ്പം ഇപ്പം അതെല്ലാം കഴിഞ്ഞ് ഇന്നൊക്കെ ട്രോഫി വിതരണം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ കോളേജിൽ തൊട്ടപ്പുറത്തായിട്ട് ടർഫ് വന്നു. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന്. നമ്മുടെ കേരള ഫുട്ബോൾ പ്ലെയറൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം എന്തായാലും ഒരു 4 മണി ആവാൻ പോകുന്നു. നമുക്ക് പ്രൊസഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കോളേജിൻ്റെ വക. അപ്പം ഞാനാണെങ്കിൽ വീട്ടിലായിരുന്നു. ബിക്കോസ് എനിക്ക് പനിയൊക്കെ തലേ ദിവസം ഇന്നലെ എനിക്ക് പനി പിടിച്ചു, ടോൺസിലൈറ്റീസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ നിന്ന് ഞാൻ ഇപ്പോഴാണ് ഒന്ന് റിക്കവർ ചെയ്ത് മരുന്നൊക്കെ കഴിച്ച്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അജു ട്രഷർ ഹണ്ടിന് വണ്ടിയായിട്ട് പോയി, ജിത്തു സമ്മേളനത്തിനോ അങ്ങനെ എന്തൊക്കെയായിട്ട് പോയേക്കാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. ഞാൻ ഈ വിജയാനന്ദ റോഡിലൂടെ നടക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്. അപ്പം നടന്നു കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രൊസഷൻ ഉണ്ട്, എന്തായെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെട്രോ ജേഴ്സിയാണ്. സത്യം പറഞ്ഞാൽ ഞാനിട്ടിരിക്കുന്ന റെട്രോ ജേഴ്സി ഒന്നുമല്ല, ഒരു ജീൻസും ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടും പിന്നെ മാഞ്ചസ്റ്ററിൻ്റെ ഒരു ബാഗുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഗോവി എനിക്ക് തരാമെന്ന് പറഞ്ഞ മാഞ്ചസ്റ്ററിൻ്റെ ജേഴ്സി, പക്ഷേ ഞാനത് പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അശ്രദ്ധ കാരണം അത് ഞാൻ നോക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വേണ്ട, തൽക്കാലം എന്തെങ്കിലും ഇത് മതി എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല മേടിക്കാനായിട്ടൊന്നും. അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇതൊക്കെ കണ്ട ജേഴ്സി ആയിട്ട് തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാം. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. അങ്ങനെ ഞാൻ കോളേജിൽ വന്നു. തുടങ്ങാൻ ടൈം ആയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ ലാസ്റ്റ് പരിപാടിയായ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ലോ കോളേജിൻ്റെ വക ഫുഡ് ഫെസ്റ്റ് ടീമായിരുന്നു. അവർ കുറേ എന്ന് പറഞ്ഞാൽ നല്ല അധികം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം സെറ്റപ്പ് ചെയ്തത്. വെറൈറ്റീസ് ഓഫ് ഈ പിക്കിൾസ്, ഉപ്പിലിട്ട സാധനങ്ങൾ, പുഡിങ്, ലിവർ ഫ്രൈ എന്ന് വെച്ചാൽ, പിന്നെ ഈ പാനിപ്പൂരി, കുറേ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ അവരുടെ ആൽഫ്രഡോ പാസ്ത ഒക്കെ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ലോ കോളേജ് മാത്രമല്ല, നമ്മുടെ 6 ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേപോലെ ഫുഡ് കോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് ആയിരുന്നു. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതേപോലെ തന്നെ ഡെക്കറേഷനും ഫുഡും എല്ലാം അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 4 മണി തൊട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ അറിയാലോ, പിള്ളേരോട് 4 മണി എന്ന് പറഞ്ഞാലും തുടങ്ങുമ്പോൾ 5:30, 6 മണിയൊക്കെ ആവും. കാരണം പിള്ളേരൊക്കെ ഒന്ന് ഒരുങ്ങിയൊക്കെ വരണം. ഇന്നത്തെ ജേഴ്സിയാണ്, റെട്രോ ജേഴ്സിയാണ് തീം പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ്യൂമിൻ്റെ. അത് കഴിഞ്ഞ് ഓരോ കോളേജിൻ്റെയും, നമുക്കൊരു 14 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും വക പ്രൊസഷൻ ഉണ്ടെന്ന് വെച്ചാൽ വിളംബര ജാഥ ഉണ്ടായിരുന്നു. ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ഓരോ കോളേജുകാരും ഭയങ്കര രീതിയിലാണ് ഒരുങ്ങി റെഡിയായി വന്നത്. അപ്പോൾ ഇന്നത്തെ ഇനോഗ്രേഷൻ വന്ന ഇൻഫ്ലുവൻസറായ സൽമാനും പിന്നെ നമ്മുടെ നേരത്തെ ഫുട്ബോൾ പ്ലെയറായ റാഫിയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഓരോ കോളേജുകാർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊസഷൻ. അപ്പോൾ ആദ്യം തന്നെ പോളിടെക്നിക് ആയിരുന്നു. ഫൈനലി ഞങ്ങൾ ലോ കോളേജ് വന്നിരിക്കുന്നത് ഗൈസ്. ലോ കോളേജിൻ്റെയാണ് ഈ സാധനം. ഞങ്ങളുടെ അയ്യോ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊസഷൻ വന്നേക്കുവാണ്. ഇത് പാരാമെഡിക്കലിന്റെ, ഇത് ആർട്സ് കോളേജിന്റെ. അയ്യോ ദേ കുതിരേനെ ഇപ്പഴാ കാണുന്നേ. അവനെന്താ കാര്യമായിട്ടൊന്ന് പറയുന്നുണ്ട്. ഇത് കുതിരയൊക്കെ റെന്റിനെടുത്താന്നാ തോന്നുന്നത്. കൊള്ളാം, നൈസ് കുതിര. ഈ പ്രൊസഷനും ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്നും പ്രിപ്പയർ ആയിരുന്നില്ല, ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി കയറുമായിരുന്നു. പക്ഷേ ഇത് ആർട്സ് കോളേജിനായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. സത്യം പറയാലോ, അവരുടെ ഒരു ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് തന്നെയാണ് ഫസ്റ്റും കിട്ടിയത്. ഒരു രക്ഷയില്ല. അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് അവർ ഇങ്ങനെ പ്രൊസഷന് വേണ്ടി ഇറക്കിയത്. അത് ഓരോ
ജില്ലേനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു രക്ഷയിലുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. റെട്രോ തീം എന്നാണ് അവർ പറയുന്നത്. ഇതാണ് റെട്രോ. ഇത് ആർട്സ് കോളേജ് ആണ് ഗൈസ്. ആർട്സ് കോളേജ് ആലപ്പുഴ റെപ്രസെന്റ് ചെയ്ത് വള്ളംകളിയുടെ വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. ഇതേ പരുന്ത്. പരുന്തല്ലോ, ഇതിനെന്തോ പറയായിരുന്നല്ലോ. ഗരുഡൻ. ഗരുഡൻ. റെട്രോ. ഹായ് ഗൈസ്. അടുത്തത് ഫാർമസി കാർഡ്. വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ ടർഫിന്റെ ഉദ്ഘാടനത്തിലോട്ട് കിടക്കുകയാണ്. സ്പോർട്സ് അക്കാഡമി. അതാണ് ഞങ്ങളുടെ ലോ കോളേജ്. കണ്ടോ, മെഡിക്കൽ കോളേജിന്റെ. മെഡിക്കൽ കോളേജിൽ എന്താ ചെറുതായി പോയല്ലോ, ഒന്നും ഉണ്ടായില്ലല്ലോ. കോളേജിലും ഒന്നുമില്ല ഗൈസ്, ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. എത്ര ഉള്ളു ഗൈസ്? ആ ലൈഡും കൂടെ അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം, ഉദ്ഘാടന ചടങ്ങിലോട്ട്. ഫസ്റ്റ് ഡേയിലൊന്നും വലിയ ആൾക്കാരില്ല ഗൈസ്. കഴിഞ്ഞ തവണ ഭയങ്കര ആൾക്കാരായിരുന്നു. ഉണ്ടോ? Prize distribution for the competition held as a part of Al-Azhar Festival. അനന്തൂര് ചാരുമില്ല. Student representative or staff? ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു, പ്രൈസ് ഉണ്ട് വരണം. അവസാനം ഞങ്ങളുടെ ലോ കോളേജിന്റെ ഒരു റീൽ കോമ്പറ്റീഷൻ അനന്തൂര് വിളിച്ചപ്പോഴത്തേക്ക് ആരും ഉണ്ടായിരുന്നില്ല. അവിടെ സാറിന് ചേരോട് വേഗം കയറാം. ഞാനാണെങ്കിൽ ഒരുമാതിരി പൊട്ട അവസ്ഥ. ഞാൻ പിന്നെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാനിരുന്ന ഞാനാണ്. പിന്നെ സ്റ്റേജിൽ കയറി മേടിക്കേണ്ട അവസ്ഥ തോന്നി. ടർഫിന്റെ ഇനോഗ്രേഷന് വേണ്ടി പോവാണ്. നമ്മുടെ സ്പോർട്സ് അക്കാഡമിയുടെ ഇനോഗ്രേഷൻ ആണ്. ഇതാണ് ഞങ്ങളുടെ സ്പോർട്സ് അക്കാഡമി. ജിത്തുവിനെ കണ്ടെത്തി. ജിത്തുവിന്റെ ജേഴ്സി ഇതാന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കളി നടക്കാൻ പോവാണ്, ക്രിക്കറ്റ്. മിസ്സുമാരൊക്കെ വന്നിട്ടുണ്ട്. അനന്തുവിന്റെ ഈവന്റ് ട്രോഫിയാണ് ഗൈസ് ഞാൻ മേടിച്ചത്. താഴെ കെട്ടുപോയി ഞാനവിടെ ആൾക്കാരുടെ മുന്നിൽ.
അവര് ഫോട്ടോ നീ എന്തായിരുന്നു ടോപ്പിക്ക് 2 വാക്ക് പറയൂ ഫോട്ടോഗ്രാഫി ഞാൻ ചുമ്മാ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അവസാനം ഗതികെട്ടൊരു ഫോട്ടോ അയച്ചു കൊടുത്തതാ. അവന് കല അങ്ങനെയാണ്, കഷ്ടപ്പെട്ടില്ലേ അവന് കലയില് സമർപ്പിച്ച ഒരു 3rd കിട്ടിയല്ലേ? സെക്കൻഡ് ആണോ? സോറി ഗൈസ്, സെക്കൻഡ് കിട്ടിയ ട്രോഫി നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണ മിസ്. സേ ഹായ് പറ. ഹായ്. മിസ് ഇപ്പൊ ഇനി കുപ്പായം മാറ്റിയിട്ട് മോഡേൺ ആയി. ഇപ്പൊ കണ്ടോണ്ട് നാടനാണ്, ഇനി മോഡേൺ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഞങ്ങളിപ്പോ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. പക്ഷെ 5ന്റെ പൈസ കയ്യിലില്ലാത്തോണ്ട് ആശുപത്രി വിറ്റാണ് ജീവിക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ മുതലിനെ വിറ്റ് അരിഞ്ഞാണ് തപ്പി നോക്കട്ടെ. ഗൈസ് ഞങ്ങളിപ്പം ഇവിടെ കാത്തിരിക്കുകയാണ് എന്ത് ഫുഡ് തിന്നണ്ടേന്ന്. എന്നെ നോക്കിക്കൊണ്ട് എന്ത് ബേക്കുത്തെ കാണിക്കണേ നോക്കി 3 ഇയറുകാർ. ഗൈസ് നമ്മുടെ സത്യസായി ബാബയായിട്ട് നമ്മുടെ വിച്ചു ആയിരുന്നു. ഞാനത് മെൻഷൻ ചെയ്ത് ഇവിടെ ഒട്ടിച്ചു വെച്ചേക്കാം ഗൈസ്, ഒട്ടിച്ചു വെച്ചേക്കാം വിച്ചുവിന്റെ ഫോട്ടോ. അതെ 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 അതെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? സൂപ്പർ. ഫസ്റ്റ് കിട്ടും. ഗൈസ് നമ്മുടെ പിള്ളേരുടെ ഫ്രഷ് ഇതെന്തായിരുന്നു? പൈനാപ്പിൾ ലൈം കഴിച്ചു നോക്കാം ഗൈസ്. തണുപ്പില്ല പക്ഷെ അടിപൊളി അടിപൊളി. ഡെന്റലുകാരുടെയാ? ഡെന്റലല്ലേ? അതെ ഡെന്റലുകാരുടെ ഗൈസ്. ഇതെന്താ? ഓ കൊള്ളാം കൊള്ളാം. ടേസ്റ്റർ ഉണ്ടോ? ടെസ്റ്റിംഗ് ഉണ്ടോ? അല്ല ഇതിനകത്ത് എന്തിട്ടേക്കുന്നേ? ചിക്കൻ ഉണ്ട്, പിന്നെ കുറച്ച് മസാല ചീസ് ഉണ്ട്, പിന്നെ തീർന്നു. ശക്തമായ ബോളിംഗ് കാഴ്ചവെച്ചുകൊണ്ട് ആലപ്പുഴ പോളിടെക്നിക് കോളേജിന്റെ ശക്തമായ ബോളിംഗ് കാഴ്ചവെച്ചുകൊണ്ട് പോളിടെക്നിക് കോളേജിന്റെ നമ്മൾ ഫെസ്റ്റിന് അവിടെ നിന്ന് വന്നു. ഇനിയിപ്പം എന്താ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ പരിപാടി, ഇനിയുണ്ട്. ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി. ഇപ്പം ഇവിടെ സമ്മേളനം നടക്കുക, അപ്പം അതൊന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാം, അവിടെ പോയിട്ട് കാണാം ഗൈസ്. എല്ലാ സഖാക്കളും മുഴുവൻ സഖാക്കളും കസേരയെടുത്ത് കസേരയിലിരിക്കും. അങ്ങനെ സൈഡിലിരിക്കുന്ന കസേര അതുപോലെ തന്നെ സഖാക്കൾ പോലെ കസേര കൈമാറി ഫ്രണ്ടിലിരിക്കുക. വളരെ വേഗം കസേര ഫ്രണ്ടിലിടാൻ കഴിയും. ഉപദ്രവം ലൈവ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കൈഫാനിലോട്ട് പോയി. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഞങ്ങളിവിടെ തിന്നാൻ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തന്നെ കോളേജിലോട്ട് വന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരെ കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. രാത്രി ആയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു, പക്ഷെ കഴിഞ്ഞ തവണത്തെ അത്ര ആൾക്കാരില്ല ഇത്തവണ. ട്രഡീഷണൽ മാറിയിട്ട് മോഡേണിൽ നമ്മൾ നേരത്തെ ട്രാൻസിഷൻ എടുത്തായിരുന്നല്ലോ. ജൂന്റെ ഫസ്റ്റ് ആണ് തകർന്നത്. അതെ ഇത് കാണുന്നുണ്ട്. എല്ലാരെയും ക്യാൻസൽ ചെയ്ത് എന്തോ പൊട്ടിച്ചിരിയായിരുന്നു. ഞാനല്ലേടാ പറഞ്ഞു ഇല്ലില്ല ഗൈസ്, ഒരു അടിയാണ് ഗൈസ്. ഇതിന് വെറുതെ വീഡിയോ എടുക്കാനോ രജിസ്റ്റർ ചെയ്തു.
അപ്പോൾ ചെണ്ടകൊട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ തന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണോ ഏതിനാണോ ആർക്കാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ലോ കോളേജിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കയറി പ്രൈസ് മേടിക്കുന്നുണ്ട്. അപ്പം ആ കുറച്ച് രംഗങ്ങളാണ് ഗൈസ് ഇനി കാണാൻ പോണത്. ഇത് ആക്ച്വലി ലാസ്റ്റ് പ്രൈസ് അല്ല, ഓവറോൾ അല്ല, ഇത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും നമ്മൾ സ്പോർട്സിലും ആർട്സിലും ഒക്കെ കോമ്പറ്റീഷൻ നടന്നായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്രൈസാണ്. ഇത് ബാസിത് ആൽവിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയതിൻ്റെ പ്രൈസാട്ടോ ഇത് കൊടുത്തത്. അനന്തനും ആശിഷിനായിരുന്നു ക്യാരംസിൻ്റെ കിട്ടിയത്. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ബാഡ്മിൻ്റണിന് നമുക്ക് ആദിത്യ മിസ്സിനും ജെയ്സി മിസ്സിനും ആണ് കിട്ടിയത്. പിന്നെ ഇവരൊക്കെ ആരുടെ പ്രൈസാണ് മേടിക്കണേന്ന് പോലും അറിയില്ല. അങ്ങനെ അങ്ങ് കയറി. പിന്നെ നമുക്ക് ടങ് ഓഫ് വാറിനും ബാസ്കറ്റ് ബോളിനും ഇപ്പം കയറുന്നത് ക്രിക്കറ്റിന് വരെ നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 9:30 പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടക്കുക. ഞാൻ വയ്യ, എനിക്ക് ശ്വാസം മുട്ടുന്നു, വേർത്ത് പണ്ടാരാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാം. ഞങ്ങൾ പോവാണ് ഗൈസ്. ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഞങ്ങൾ അടുത്ത ദിവസത്തെ വ്ലോഗ് ആയിട്ട് വരാൻ. ബൈ ബൈ വരാശു, ബൈ ബൈ.